ഞങ്ങളുടെ മതിൽ കെട്ടിൽ കുറേ നാളായി മതിൽ കെട്ടണമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് മതിൽ കെട്ടിക്കൊണ്ട് ഞാൻ കാണിക്കട്ടെ. ഇവിടെ ഫസ്റ്റ് എൻട്രൻസ്, ഒരു എൻട്രൻസ് 2 വീലറൊക്കെ കയറ്റാനായിട്ട്. ഇങ്ങനെ മതിൽ പോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മോഡേൺ മതിലാണ് മതിൽ. ഇവിടെ മതിലിൻ്റെ പുറത്ത് ചെടിയൊക്കെ വെച്ച് നെറ്റിട്ടിട്ട് ചെടിയൊക്കെ വെക്കണം മാതിരി. ഇവിടുന്ന് കാണാണ്ടോ അറിയില്ല. നനയ്ക്കുകയാണ് ഞങ്ങൾ പണിക്കാർ പോയപ്പോഴേ. ഇനി പില്ലറ് ഇതൊക്കെ വാർക്കണം. ഇനി ഫ്രണ്ട് ഭാഗം പണിയുണ്ട്. ഫുള്ള് പില്ലറിലാണ് മതിൽ പണിക്കുന്നത്. ഇതൊക്കെ ആദ്യം തറവായൊക്കെ പണിത് ബെൽറ്റ് വാർത്തു. ബെൽറ്റ് വാർത്തിട്ട് ഇതാണ് നമ്മുടെ വണ്ടി കയറ്റാനുള്ള ഗേറ്റ്. ഒരു വലിയ മതിലാണ്, ജയിൽ മതിൽ മതിൽ ചാടിപ്പോകരുത് വിചാരിച്ചിട്ട്. കണ്ട മതിലിൻ്റെ ഉള്ളിലൊക്കെ പില്ലർ, എല്ലാ കുറച്ച് അടിയിൽ പില്ലർ വരും. പില്ലറിലാണ് ഫുള്ള് മതിൽ നിൽക്കുന്നത്. ഇപ്പോൾ അടിയിൽ നിന്നൊക്കെ വാർത്ത് വന്നിട്ടുണ്ട്. നാളെ ഇങ്ങനെ തടുപ്പ് വെച്ചിട്ട് മേലേക്ക് വാർക്കണം. കുറച്ച് ഹൈറ്റ് കൂടുതല, പിന്നെ വലിപ്പം കൂടുതല, എക്സ്പെൻസീവ് മതിലാണ് കെട്ടണത്. അവസാനം വരെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഓപ്പൺ വിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളിവിടെ ബാക്കിലൊരു കിണർ കുത്തുണ്ട്. അപ്പോൾ കിണർ കുത്തുമ്പോൾ അപ്പുറത്തേക്ക് മണ്ണിടാൻ സൗകര്യത്തിന് ഓപ്പൺ വെച്ചേക്കുക. പിള്ളേർ ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ പിള്ളേരിനെ കാണാൻ പറ്റില്ല. ഇവിടെയാണ് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. വീട്ടിൽ നല്ല കാണാം. ഗോളായില്ല. അപ്പോൾ കുട്ടികൾ കളിക്കട്ടെ, നമുക്ക് മതിൽ പണി കാണാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ മതിൽ കെട്ടുന്നത്. ഇത് കെട്ടി വരെ എത്ര ദിവസമാവാം. ഇത് തേക്കേണ്ടത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ വാർക്കണം. ഈ പില്ലറോളൊക്കെ കുറേ കുറവ് ഡിസ്റ്റൻസിലൊക്കെ പില്ലർ വെച്ചിരിക്കുന്നത്, കമ്പി കെട്ടിയിട്ട്. ഇതൊന്ന് വാർത്തതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം തേപ്പ്. ഫുള്ളങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഇത്ര വീടിന് ഇത്ര ഹൈറ്റുള്ള മതിലുണ്ട് കേട്ടോ, ഒരാവശ്യമില്ലാണ്ട്. ജയിൽ മതിൽ എന്ന് പറയും. അതിൻ്റെ മേലെയും കുറേ സാധനങ്ങൾ ഇനി വീരം വരും. മുമ്പിൽ വീട്ടിലെ മതിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ചെറിയൊരു മതിലാണ്, അത്രയ്ക്ക് അത്യാവശ്യത്തിന് മതി. അപ്പോൾ ഇതൊക്കെയാണ്. ഹലോ നീയോ മതിലിൻ്റെ മേലെ അച്ഛൻ കയറി നിൽക്കണേ. ഈശോയെ വീഴോ, കാലൊടിക്കോ? ആ
വലിയ ആളായി എന്ന് കാണിക്കണല്ലേ. കണ്ട ഈ കുട്ടിയുണ്ട് നല്ല അനുസരണയോടെ ഇരിക്കണത്. ഒപ്പം പോകണം. ഇനി മേലേക്ക് പോകണം. മേലേക്ക് പോവാണ്. അപ്പനമ്മയും കുട്ടികളും കൂടിയിട്ട് എവിടേക്ക് എവിടെ പോകണം? അമ്മയുടെ ഒപ്പം എവിടേക്കാ പോണേ? അമ്മയുടെ ഒപ്പം എവിടേക്കാ പോണേ? പോകണ്ട കേട്ടോ, നായ കടിക്കും കേട്ടോ. നായ കടിക്കും.